Kanamama's cooking vlog. നമസ്കാരം. ഞാൻ ഷെഫ് മോഹനേന്ദ്രൻ. രണ്ടാമത്തെ പായസമാണ് ഉള്ളി പായസം. സ്മോൾ ഒണിയൻ പായസം തുടങ്ങാം. സ്റ്റാർട്ടിങ്. സ്മോൾ ഒണിയൻ ചെറിയ ഉള്ളി ബോയിൽ ചെയ്ത് അരച്ചതാണ് ഈ സാധനം. കാണിക്കും. ബോയിൽ ചെയ്ത് അരച്ചത്, ചെറിയ ഉള്ളി ബോയിൽ ചെയ്ത് വേവിച്ച് അരച്ചത് ഒഴിക്കാൻ പോവുകയാണ്. അതിൽ ശർക്കരപ്പാനി, അതായത് 1/2 കിലോ ഉള്ളി, 300 ഗ്രാം ശർക്കര, രണ്ടും കൂടി ഒന്നിച്ച് ജോയിൻ ചെയ്യുക. ഇളക്കുക, ജോയിൻ്റാക്കി ഇളക്കി തിളപ്പിക്കുക, വറ്റിക്കുക. സ്മോൾ ഒണിയൻ. രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കുക. രണ്ടാം പാല് ഇളക്കുക. ഗൈസ്, ഒന്നാം പാല് രണ്ടാം പാല് വറ്റി വന്നു. ഇതാ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഫസ്റ്റ് പാല് ഒഴിച്ചെടുക്കുക. കുറേശ്ശായിട്ട് ഒഴിക്കുക. കൊടുക്കുക, നന്നായി ഇളക്കി കൊടുക്കുക. പാലൊഴിച്ച് നന്നായി തിളപ്പിക്കണം കേട്ടോ. ഇതെന്താ ഒഴിക്കണേ കണ്ണമാമേ? കോക്കനട്ട് മിൽക്ക്. ഹായ് ഗൈസ്, പായസം റെഡി. ഉള്ളിപ്പായസം റെഡി ആയിരിക്കുകയാണ്. ഇനി താളിപ്പിടണം. കോക്കനട്ട് ചോപ്പ് ചെയ്ത് വറുക്കുക. ആട്ടെ ഗൈസ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായ പൊടിച്ചിടണം. റെഡി. ഏലക്കായ. ഓക്കെ. അപ്പോൾ പായസം ഇങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഉള്ളിപ്പായസം. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് വളരെ ചിലവ് കുറഞ്ഞ ഒരു ഇതാണ്, വളരെ എളുപ്പമാണ്.
ഉള്ളിയുടെ യാതൊരു വക ഇത് നമുക്ക് അറിയില്ല. എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ശരീരത്തിന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.